നമ്മൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് ചോദ്യമൊന്നുമില്ല. കാരണം ഞാൻ ഇതിനു മുമ്പേ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങളാണ്. ഇന്നലെ വയനാടുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡു ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. 1,05,00,000 രൂപ KPCCയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പണവും ഞങ്ങൾ നൽകുന്നതാണ്. KPCC ഭൂമി കണ്ടെത്തി അവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. ഉടനെ തന്നെ തറക്കല്ലിടൽ ചടങ്ങുകളും ഉണ്ടാവുന്നതാണ്. വയനാടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങൾ 100 വീടുകൾ പറഞ്ഞു. ആ 100 വീടുകൾ പൂർത്തീകരിക്കും. അതിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വീടുകളും ഉണ്ടാകും. ഞങ്ങളുടെ പ്രോമിസ് നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നും സർക്കാരിൻ്റെ വീട് പണി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നു എന്നുള്ള ഉത്തരം മാത്രമാണുള്ളത്. എനിക്ക് അതിലുപരി ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിച്ചതാണ്. വയനാടിൻ്റെ പുനരധിവാസ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തത് ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്? വയനാട് പുനരധിവാസ പദ്ധതി ULCCSന് കൊടുത്തത് ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ, വയനാട്ടിൽ പണിയുന്ന ഇപ്പോൾ ഞങ്ങൾ 100 വീട് പണിത് കൊടുക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് 100 വീട് പണിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 200 വീടായി. ആകെയുള്ള ബെനിഫിഷ്യറി ഞാൻ മനസ്സിലാക്കുന്നത് 450 മറ്റാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 280 വീടുകളോളമാണ് സർക്കാരിന് പണിത് കൊടുക്കേണ്ടതുള്ളൂ. ആ 250-ൽ തന്നെ 100 വീടിനുള്ള തുക കൊടുത്തത് കർണാടക സർക്കാരാണ്. അത് പക്ഷേ നമുക്ക് ടെക്നിക്കലി പറഞ്ഞാൽ സർക്കാരാണെങ്കിലും അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് കർണാടക സർക്കാർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും കേരളത്തിലുണ്ടായ ഒരു വിപത്ത്, ആ വിപത്തിൽ അവരുടെ ഒരു കൈസഹായവുമാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ 250 വീടുകളാണ് അല്ലെങ്കിൽ 300 വീടുകളാണ് സർക്കാരിന് അവിടെ പണിയേണ്ടതുള്ളൂ. എന്താണ് 780 കോടി രൂപയ്ക്ക് സർക്കാർ വയനാട്ടിൽ ചെയ്യാൻ പോകുന്നത്? ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഈ പണം ചെയ്യാൻ പോകുന്നത്? ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് പുനരധിവാസ പദ്ധതി കൊടുത്തത്? ഞങ്ങൾ ആ ചോദ്യം വീണ്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലത്തിനുള്ളിൽ ഊരാളുങ്കലിന് കൊടുത്ത പ്രൊജക്റ്റുകൾ, അതിന് ടെൻഡർ ഇല്ലാതെ കൊടുത്ത പ്രൊജക്റ്റുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും ടെൻഡറില്ലാതെ ഊരാളുങ്കലിന് കൊടുത്ത പദ്ധതികളെ പറ്റിയുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വയനാട് പുനരധിവാസ പദ്ധതി ഊരാളുങ്കലിന് കൊടുത്തതിൻ്റെ ടെൻഡർ രേഖ പുറത്തുവിടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് ഊരാളുങ്കലിന് കൊടുത്തത് എന്ന് പറയാൻ സർക്കാർ തയ്യാറാകണം. അതും കൂടെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.